and welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KLTVയുടെ 25th anniversary event. സോ നമ്മൾ 25th anniversary ഇവന്റിന് പോവാണ് KLTVയുടെ. ഹോപ്പ്ഫുള്ളി നമുക്ക് കുറച്ച് എന്താ പറയുക നേരത്തെ എത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് പറ്റാൻ ചാൻസ് ഇല്ല. കാരണം നമുക്കൊരു 5:36 ആകുമ്പോഴത്തേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇവിടെ ഒരു അരമണിക്കൂറുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ട്രാവൽ. ഇപ്പോൾ 5 o'clock കഴിക്കും. നമ്മളിപ്പോഴും ഇറങ്ങിയിട്ടില്ല. So this is my niece. This is my aunt. Okay, anyways, so She's too young for to become an aunt. ഞാൻ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല. ഓക്കെ, എനിവേസ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. Small baby. ഞാൻ ഇവിടെ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് അത് പറയത്തില്ല. നീ എൻ്റെ നീസാണ്. സിസ്റ്റർ പോലല്ല, എൻ്റെ നീസാണ്. ഗസ് ചെയ്യും. ഹായ് ബേബി. ഡിഫറൻസാ എന്നെ കണ്ടിട്ട് നിനക്ക് മറ്റേ മുതുകളവിയായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? എനിക്ക് 13 അല്ലേ? 13 ആവുന്നു. 13 ആവുന്നു. ആ 12 ആണെങ്കിൽ 9 ഇയേഴ്സിന് ഡിഫറൻസ്. എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് ജനിക്കുന്നത്. ഇന്നലെ വരെ കൈയായിരുന്നു. ഇന്നിപ്പോ ഞങ്ങൾക്ക് പുതിയ സാധനം കിട്ടി. ഞങ്ങൾ ടീഷർട്ട് വായിൽ വെക്കും, ഞങ്ങളുടെ ഡ്രസ് ഞങ്ങൾ വായിൽ വെക്കും. ആണോ? ഹായ് പറഞ്ഞായാലും ഹായ് പറഞ്ഞ ക്യാമറയില്. ഹായ് അവിടെ പറ. ഹായ് ഹായ്. ചിക്കൻ, മട്ടൻ, ചപ്പാത്തി. തീർന്ന ചീറ്റോസ്. ചപ്പാത്തി കഴിക്കുന്നില്ലേ? ചപ്പാത്തി നമുക്ക് കഴിക്കാം. നമുക്കിപ്പോൾ 12:15 12:15 12:30 3 മണിയാകുമ്പോൾ റെഡി ആവണം. 4 മണിയാകുമ്പോഴത്തേക്ക് ഉമ്മെടുത്ത് പോകണം. അവിടുന്ന് 5 മണിയാകുമ്പോൾ തല എവിടെ അയച്ചൂടെ? തല പകുതി കിട്ടുന്നുള്ളൂ. ടി വിയിൽ ക്രിക്കറ്റ് നടക്കുന്നു. ഐ ഡോണ്ട് നോ ABCD അബൌട്ട് ക്രിക്കറ്റ്. അതിന് തിരിച്ചായാലോ? കൺവീനിയൻസ് സ്റ്റോർ. യുടെ കൺവീനിയൻസ് സ്റ്റോർ ബക്കാല. അതാണല്ലേ. ഏതാ വേണ്ടി പറയും? ഏതെങ്കിലും എടുത്തോ, അത് കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും എടുത്തോ. ടോബ്ലറോൺ തീർന്നു. ലാസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത്. ഏതാ വേണ്ടത്? അതെ, അവിടെ ചെന്നിട്ട് അതെ വിശന്നിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പോപ്കോണാണ്. വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാറിൽ ഐഷു ഇതുകൊണ്ട് you came here? No, like this yard
But there was a full like till there a Christmas tree. സോ ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വരണമെന്ന് പറഞ്ഞത്. ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പോലും ക്യൂ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. അത്രയ്ക്ക് തിരക്കാം, അത്രയ്ക്ക് കയറാൻ പറ്റിയ ഭാഗ്യമെന്ന് നമുക്ക് പറയാം. നമ്മൾ പക്ഷെ കയറി കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് 2 ക്യൂ ഉണ്ടായിരുന്നു. ഗേറ്റ് 5 ഉണ്ടായിരുന്നു, ഗേറ്റ് 2 ഉണ്ടായിരുന്നു. ആൾക്കാർ ഈ നമ്മൾ മറ്റേ നിൽക്കുന്നവർ തന്നെ ബാക്കിൽ പോയി നിൽക്കുന്നതാണ്, മനസ്സിലായോ? ലൈക്ക് ഗേറ്റ് 2-ലപ്പോൾ ആൾ കുറവ്. അപ്പോൾ നമ്മൾ നേരെ പോയി ഗേറ്റ് 2 വഴി കയറി. ഇന്ന് അബുദാബിയിലെ ഈ ഒരു ഇത്തിഹാദ് അരീനയിൽ എത്തിയിരിക്കുന്ന നമ്മളെല്ലാവരും ആകാംക്ഷയോടെ സുഖമാണ് എല്ലാവർക്കും. കൈരളി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്റർടൈൻമെന്റിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. 2005-ലാണ് superstar in Malayalam cinema. How many film actors will do this kind of experiments? I think he's a real hero. Nuances he brings in is very, I'm very jealous of him. He can be Mayakam in a village where he becomes somebody else, and he can be that Kadal guy who's very quiet. മറ്റുള്ളവരുടെ കൈയിട്ട് വരാൻ വന്ന ചക്കര ആ കൈ ഞാൻ വെട്ടും, ഉറപ്പാ. ഇത്രയും വലിമൂടിയുടെ കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചതിന് ഞാൻ ഏതാ എന്നെപ്പോലെ കുറേ ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. സന്തോഷം. ഈ സായാഹ്നം കൈരളിയുടെ 25 വർഷത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വേദിയിലേക്ക് ക്ഷണിക്കും. മറ്റ് അതിഥികൾ കയറുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമുണ്ട്. അബുദാബിക്ക് നമുക്ക് എന്താണ് ചോദിക്കാനുള്ളത്? അത് സർവേണ്ട, അത് അബുദാബിയിലെ മലയാളി സുഹൃത്തുക്കൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയും വലിയൊരു ക്രൗഡൊന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. എന്താ പറയണമെന്ന് അറിയില്ല. എന്റെ ഈ പരിപാടിക്ക് ശരിക്കും വിളിച്ചത് മമ്മൂക്കയാണ്. ഒരു ദിവസം എന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, 8-ാം തീയതി കൈരളിയുടെ 25-ാം വർഷമാണ്, നീ വരണം എന്ന് പറഞ്ഞു. മൂത്തം പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ? കൈരളി സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പരാമർശത്തിനായി എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു സ്ഥലമാണ്, ഒരുപാട് മലയാളികളുണ്ട്. എന്നതിനപ്പുറം എൻ്റെ പ്രിയ ജനിച്ച സ്ഥലമാണ് അബുദാബി. അതുകൊണ്ട്
ഞാൻ വിളിച്ചത് പലതവണ ഞാൻ അങ്ങോട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോഴല്ലേ മനസ്സിലായി. അബുദാബിക്ക് എൻ്റെ നമസ്കാരം. നമുക്ക് ആ വേദിയിൽ വെച്ച് പറഞ്ഞു അബുദാബിയിൽ ആദ്യമായിട്ട് എത്തിയത് 1987 അപ്പോൾ ഞാൻ കേട്ടാൽ 1 വർഷം സീനിയറാണ് ആ കാര്യത്തിൽ. 1986 കലാഭവന്റെ മനസ്മരണയുമായിട്ട് ഞാൻ ആദ്യമായിട്ട് അബുദാബിയിലെത്തുന്നത്. ഈ ഒരു വശത്തുള്ള ആ ഒരു ബാൻഡ് എത്ര പേരുണ്ടായിരുന്നു കണ്ടല്ലേ? ഒരു നല്ലൊരു കഴിവ് കൊടുക്കാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇന്നലെ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലാസ്റ്റ് ആയപ്പോഴത്തെ ഹനാൻ്റെ പരിപാടിക്ക് ആയപ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഓഫായിപ്പോയി. അപ്പം എൻ്റെ ഫോണിലൊന്നും എടുക്കാൻ പറ്റില്ല. ഞാനിപ്പം ലാസ്റ്റ് ഹനാൻ്റെ പിറ്റൊക്കെ എടുത്തേക്കുന്നത് ഐഷുയുടെ ഫോണിൽ. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയുടെ കുറച്ച് പ്രശ്നമുണ്ട്. ആൻഡ് സോ ഹനാൻ്റെ പരിപാടിനെ പറ്റി പറയാൻ എന്താ അറിയോ, ഹനാൻ പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓൾറെഡി അനൗൺസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ആ പോസ്റ്റേഴ്സിലും കാര്യങ്ങളും ഹനാനുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവൻ്റെ പാട്ട് ഇപ്പം വരും, അല്ലെങ്കിൽ അടുത്തത് അവൻ്റെ പാട്ടായിരിക്കും, ഇപ്പം വരും. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു. കാരണം എല്ലാവരോടുള്ള എല്ലാവരും എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്, ഭയങ്കര ഇഷ്ടമുള്ള സിംഗേഴ്സാണ്. വിനീതേട്ടൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഡാൻസ് പെർഫോമൻസ് നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സൈഡിൽ കണ്ടു, അതായത് ആളുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ആളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ നിഹാൽ ലൈക്ക് നമ്മൾ കാണുന്നുണ്ട്, നിഹാൽ വീഡിയോ എടുക്കുന്ന കാണുന്നുണ്ട്, നിഹാൽ അവിടെ നിൽപ്പുണ്ട്, പിന്നെ ഷാനുവിനെ കാണുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് എന്താ പറയുക, ഇവൻ്റെ പരിപാടി ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടി പാട്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ബാക്കിയുള്ള പാട്ട് കേൾക്കാൻ ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് അടിപൊളി കണ്ടവരുടെ പാട്ട് നമ്മൾ കേൾക്കും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലൂപ്പിൽ ഇവരുടെ പാട്ട് തന്നെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വിചാരിക്കും വരും. പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ, കുറച്ചുകൂടെ നേരത്തെ. കാരണം ഇപ്പം പാടം കയറിയപ്പോഴത്തേക്കും സെലിബ്രിറ്റീസ് എല്ലാവരും പോയി. ഇപ്പോൾ ആസിഫ ഉണ്ടായിരുന്നു, കുഞ്ചാക്കോവൻ ഉണ്ടായിരുന്നു, മമ്മൂക്ക ഉണ്ടായിരുന്നു, പിന്നെ പിഷാരടി ഉണ്ടായിരുന്നു, ചന്തു ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും സ്ഥലത്ത് നിന്ന് പോയതിന് ശേഷമാണ് ഇവൻ പാടാൻ കയറ്റിയത്. അപ്പോഴത്തേക്കും മേ ബി അതങ്ങനെ ആയിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നവരുടെ പ്രോഗ്രാം, അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ആസ് വ്യൂവേഴ്സ് നമ്മൾ കുറേ എക്സ്പെക്ട് ചെയ്തിരുന്നു. ലാസ്റ്റ് ഏറ്റവും അവസാനം പൈൻ്റപ്പ് ചെയ്യുന്നത് തൊട്ട് മുമ്പാണ് അവൻ്റെ പരിപാടി വെച്ചത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടെ നേരത്തെ ആക്കുമായിരുന്നു എന്ന് നമ്മൾ തോന്നുന്നു. പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ, അങ്ങനെ ആയിരിക്കാം സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെയൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷേ എനിക്കങ്ങനെ തോന്നി. ഞാൻ മാത്രമല്ല, കൂടെ വന്ന എല്ലാവർക്കും അങ്ങനെ തോന്നി. ഓക്കെ, എനിവേസ്, പിന്നെ വീഡിയോ അങ്ങനെ ഫുൾ നമുക്ക് പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടും. അത് 1-2 പേര് കാണുന്ന ചാനലാണെങ്കിൽ കൂടി യൂട്യൂബ് കോപ്പിറൈറ്റ് വരും. സോ അതുകൊണ്ടിട്ട് നമുക്ക് പാട്ടൊന്നും അങ്ങനെ ഇടാൻ പറ്റില്ല. ഞാൻ അപ്പോഴത്തേക്കും വീഡിയോ ക്ലിപ്സ്, അതിൻ്റെ പാട്ടിൻ്റെ വീഡിയോ ക്ലിപ്സ് വെച്ചിട്ട് ഓഡിയോ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. എനിക്ക് ഈ ക്യാമറയെ നോക്കി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നെ നോക്കാൻ ഇഷ്ടം, പക്ഷേ എന്നെ നോക്കിക്കഴിഞ്ഞാൽ കോങ്കണ്ണുള്ള പോലെ ഇപ്പോഴും കോങ്കണ്ണുള്ള പോലെ ഉണ്ടോ എന്ന് എനിക്കതിൽ വീഡിയോ നോക്കണം. ഓക്കെ, എനിവേസ്, കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.